സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടി-കോമിനെ ഒഴിവാക്കി നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ മലയാളി വ്യവസായി അടങ്ങുന്ന പുതിയ സംരംഭകർ സ്മാർട്ട് സിറ്റിയിൽ എത്തുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. വിവാദ തീരുമാനത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കരാർ പ്രകാരം പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ടി-കോമിന് കഴിഞ്ഞിരുന്നില്ല. കരാറിൽ പറഞ്ഞതിന്റെ 10% പോലും ടി-കോം സ്മാർട്ട് സിറ്റിയിൽ ചെയ്തതുമില്ല. ഇതോടെയാണ് ടി-കോമിനെ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനം. അതും 2007 കരാറിന് വിരുദ്ധമായി അവർക്ക് അങ്ങോട്ട് പണം നൽകി. അങ്ങോട്ട് പണം നൽകാനുള്ള സർക്കാർ തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് വിവരം. മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങളും മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. UAE-യുമായുള്ള നല്ല ബന്ധം തുടരാൻ കൂടിയാണ് വ്യവസ്ഥ ലംഘിച്ചിട്ടും ടി-കോമിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. 2007 സർക്കാരുണ്ടാക്കിയ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടി-കോം ഈ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ. ടി-കോമിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവൺമെന്റ് അടിയന്തരമായി ഇതിൽ നിന്ന് പിന്മാറണം. ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണം. സ്മാർട്ട് സിറ്റി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങളും സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വിദേശ മലയാളി വ്യവസായിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായേക്കും. ഇൻഫോ പാർക്കും പദ്ധതിയുടെ ഭാഗമായി വരുമെന്നാണ് വിവരം. ടി-കോമിനെ ഒഴിവാക്കിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ തന്നെ പുതിയ തീരുമാനങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം.